നിസ്സാരം ഒരു 500 രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത് എത്തി നിൽക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,50,000 മുകളിലാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? 500 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ ഒരു 3,50,000 എത്താനായിട്ട് പറ്റും? അല്ലേ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക ഇതൊരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളിത് കാണേണ്ടത്, ഞാനിത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല, ഇത് നടന്നൊരു കാര്യം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ട്വിറ്ററിലൊരു പോസ്റ്റ് വൈറലാവുന്നത്. അതായത് 1994 തൻ്റെ മുത്തശ്ശൻ 94 തൻ്റെ മുത്തശ്ശൻ എസ് ബി ഐയുടെ 10 രൂപ വിലയുള്ള 50 ഷെയറാണ് വാങ്ങിക്കുന്നത്. അതായത് 500 രൂപ മാത്രമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് 1994. ഇന്ന് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,00,000 മുകളിലാണ്. അപ്പോൾ ഈ ഒരു അസറ്റ് കണ്ടുപിടിച്ചത് മെയിൻലി ഒരു ഡോക്ടറാണ് ഈ ഒരു അസറ്റ് കണ്ടുപിടിച്ചത്. അദ്ദേഹം തൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫാമിലിയുടെ അസറ്റ്സൊക്കെ എടുത്ത് നോക്കുന്ന വഴിയാണ് ഈ ഒരു പേപ്പർ കണ്ടുപിടിക്കാനായിട്ട് ഇടയായതും അതുപോലെ തന്നെ ഇത്ര വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കിയതും. അപ്പോൾ അന്നൊരു പേപ്പർ ഫോർമാറ്റിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫിസിക്കലായിട്ടുള്ള ഒരു ഫോർമാറ്റിലായിരുന്നു ഷെയർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഷെയർസിൻ്റെ വാല്യൂ ഇന്നത് 3,50,000 മുകളിലാണ്. പക്ഷേ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് അന്ന് 10 രൂപ ഉണ്ടായിരുന്നല്ലോ, 500 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതെങ്ങനെയാണ് നമ്മുടെയൊക്കെ ബേസിക്കായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. മെയിൻലി ഇപ്പോൾ നമ്മുടെ ഷെയർ എത്രയാണോ, നമ്മൾ 50 രൂപ ഇൻറ്റു അതിൻ്റെ ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയാണ്. അപ്പോൾ 50 ഷെയർ 10 രൂപയ്ക്ക് വാങ്ങിക്കും 500 രൂപയും. അതുപോലെ തന്നെ ഇപ്പം നമ്മളത് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ സമയത്ത് 50 ഷെയർസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ എസ് ബിയുടെ ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 771 രൂപയാണ്. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 38,550 രൂപ അല്ലേ റിട്ടേൺ വരുള്ളൂ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ നമുക്ക് 7,610% മുകളിൽ റിട്ടേണും കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇതെങ്ങനെയാണ് 3,00,000 മുകളിലോട്ടായത്? ശരിക്കും ഇതല്ലേ പോസിബിൾ ആയിട്ടുള്ള റിട്ടേൺ എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ആക്ഷൻസിൻ്റെ വളരെ മനോഹരമായ കാര്യം. അതായത് കമ്പനിയുടെ ബോണസ് കൊടുക്കുന്ന വഴി, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന വഴി, അല്ലെങ്കിൽ ഷെയർ സ്പ്ലിറ്റ് വഴി. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നമ്മൾ കോർപ്പറേറ്റ് ആക്ഷൻസ് വഴി നടക്കുന്നതുകൊണ്ട് ഷെയർസിൻ്റെ വാല്യൂ, അവിടെ ഷെയർ സ്പ്ലിറ്റ് നടക്കുന്ന ഒരു ഷെയർ ഉള്ളത് 10 ഷെയർ ആവുകയും, അപ്പോൾ അങ്ങനെ ഇത്രയും വലിയൊരു കോർപ്ലസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചത് നമുക്ക് നോക്കാം. 2014 സ്പ്ലിറ്റിന് ശേഷമാണ് ഇത്രയും വലിയൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയത്. അതായത് 2014 ഒരു സ്പ്ലിറ്റ് നടക്കുന്നത്, ഏറ്റവും വലിയ സ്പ്ലിറ്റാണ്, 1:10 എന്ന് പറഞ്ഞ രീതിയിലാണ് സ്പ്ലിറ്റ് നടക്കുന്നത്. അതായത് ഒരു ഷെയർ, എസ് ബി ഐയുടെ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 10 ഷെയർ ആയിട്ടത് മാറും. മാർക്കറ്റ് വാല്യൂലൊന്നും മാറ്റമില്ല. പക്ഷേ ഈ ഒരു സ്പ്ലിറ്റ് നടക്കുന്നതോട് കൂടി തന്നെ ലോങ് ടേമിൽ അത് വളരെ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺ തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഷെയർ ഉള്ള ഒരാൾ 10 ഷെയറായിട്ട് അത് മാറുന്നു. അപ്പോൾ നമ്മുടെ കഥയിലെ നായകനും സ്വാഭാവികമായിട്ടും 50 ഷെയറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 50 ഷെയർ എന്നുള്ളത് 500 ഷെയറായിട്ട് മാറുകയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം 2014 സ്പ്ലിറ്റിന് ശേഷം ഏതാണ്ട് 500 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്പ്ലിറ്റിനൊക്കെ ശേഷം 500 ഷെയർസാണ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 500 ഷെയർസ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 500 ഇൻറ്റു ഇന്നത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള 771 രൂപയാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ കറണ്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് 3,85,500 രൂപ, അല്ലെങ്കിൽ 3,50,000 മുകളിലോട്ട് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ മാജിക്കും കോർപ്പറേറ്റ് ആക്ഷൻസിൻ്റെ മാജിക്കും. നമ്മൾ ഇത്രയും നാൾ ഹോൾഡ് ചെയ്യുന്ന വഴി 1994 മുതലാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അതായത് 30 കൊല്ലം, കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഹോൾഡ് ചെയ്യുന്നൊരു സെക്യൂരിറ്റി ആയിരുന്നു എസ് ബി ഐയുടെ ഷെയർസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൊതുവേ പറയാറുള്ളൊരു ടേമാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു റിട്ടേൺ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആ സ്റ്റോക്കിനെ മറന്നു കളയുക, അതായത് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മറന്നു കളയുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾ മരണപ്പെട്ടു പോകണം എന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ മുത്തശ്ശൻ എന്ന് പറയുന്ന ആൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്റ്റോക്ക് ഉള്ള കാര്യവും അത് ഇൻവെസ്റ്റ് എസ് ബി ഐയിൽ ഇത്ര ഷെയർസ് ഉള്ള കാര്യവും പുള്ളി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും 30 കൊല്ലം കടന്നു പോയതും ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സിലോട്ട് എത്തിച്ചത്. ഇനി ഇത് പോരാഞ്ഞിട്ട് തന്നെ ഇതിൻ്റെ എസ് ബി ഐയുടെ നമ്മുടെ ഷെയർസിൻ്റെ അപ്രിസിയേഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് റിട്ടേൺ കൂടെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഷെയർസ് കഴിഞ്ഞാൽ ഡിവിഡൻഡ് കമ്പനി, എസ് ബി ഐ കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ 1996 മുതൽ ഇന്ന് വരെ 2023 വരെ കൊടുത്തിട്ടുള്ള ഡിവിഡൻഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിവിഡൻഡും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29,450 രൂപ ഡിവിഡൻഡായിട്ട് കിട്ടിയിട്ടുണ്ട്.